കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ചില സംഭവങ്ങളുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മകളിൽ ഒരു നീറ്റലായി അവശേഷിക്കുന്നവ. അത്തരമൊരു കറുത്ത അധ്യായമാണ് ഇടുക്കിയിലെ തങ്കമണി എന്ന ശാന്തമായ ഗ്രാമത്തിന് പറയാനുള്ളത്. 1986 ഒക്ടോബർ 21. ആ രാത്രി തങ്കമണിക്ക് മറക്കാനാകില്ല. പോലീസിന്റെ ക്രൂരതയും ഭരണകൂട ഭീകരതയുടെ ഒരു നാടിനെ ആകെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ രാത്രി. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് തങ്കമണിയിൽ സംഭവിച്ചത്? ഒരു ബസ് സർവീസിനെ ചൊല്ലിയുള്ള തർക്കം എങ്ങനെയാണ് ഒരു ഗ്രാമത്തിനാകെ രക്തത്തിൽ മുക്കിയ കലാപമായി മാറിയത്? നമുക്ക് ആ ഇരുണ്ട രാത്രിയുടെ യഥാർത്ഥ കഥയിലേക്ക് യാത്ര ചെയ്യാം. ഇടുക്കിയിലെ സുന്ദരമായ ഒരു സ്ഥലമാണ് തങ്കമണി. തങ്കമണിക്കാർ ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ ഓർമ്മകളിൽ ഒരു നടുക്കമായി മാറിയ സംഭവം നടന്നത് 1986 ഒക്ടോബർ 21. തങ്കമണിക്ക് അടുത്തുള്ള സ്ഥലമാണ് പാറമട. കട്ടപ്പനയിൽ നിന്ന് പാറമട വഴിയാണ് തങ്കമണിയിലേക്ക് ബസ്സുകൾ പോകുന്നത്. അക്കാലത്ത് പാറമടയിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു. സംഭവം നടന്ന ദിവസം വൈകുന്നേരം കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട എലൈറ്റ് എന്ന ബസ് പാറമടയിൽ ട്രിപ്പ് അവസാനിപ്പിച്ചതാണ് പ്രശ്നത്തിന് തുടക്കം. തങ്കമണിയിലേക്ക് ട്രിപ്പ് നീട്ടാൻ കഴിയില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞപ്പോൾ ബസ് യാത്രക്കാരായ വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരുമായി തർക്കത്തിലായി. തങ്കമണി വരെയുള്ള പണം ഈടാക്കിയിട്ടാണ് പാറമടയിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിടുന്ന ബസ് ജീവനക്കാരുടെ ധാർഷ്ട്യമാണ് ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ സംഭവം അറിഞ്ഞ നാട്ടുകാർ പിറ്റേ ദിവസം പാറമടയിലെത്തി. അവർ ബസ് ഫലമായി തങ്കമണിയിലേക്ക് എത്തിക്കുകയും അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു. ഇതോടെയാണ് കാര്യങ്ങൾ വഷളായത്. ഈ സമയം ബസ് ഉടമയുടെ പരാതി തങ്കമണിയിലേക്ക് പോലീസ് എത്തി. നാട്ടുകാരിൽ നിന്ന് പോലീസ് ബസ് പിടിച്ചെടുക്കാൻ ശ്രമം ആരംഭിച്ചു. ക്ഷുഭിതനായി നിൽക്കുന്ന നാട്ടുകാരെ നേരിടാൻ പോലീസ് ഏറെ പണിപ്പെട്ടു. നാട്ടുകാരെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി. ഈ സമയത്ത് കുറെ പേർ ഓടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ ഒളിച്ചിരിക്കുക മാത്രമല്ല ചെയ്തത്, പോലീസിന് നേരെ കല്ലെറിഞ്ഞെന്നും പറയപ്പെടുന്നു. തുടർന്ന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചെങ്കിലും ജനക്കൂട്ടം പിന്മാറിയില്ല. ഒടുവിൽ പോലീസ് ജനക്കൂട്ടത്തിലേക്ക് വെടിവെച്ചു. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നാൾ തൽക്ഷണം മരിച്ചു. ഉടുമ്പൻകല്ല് മാത്യു എന്നൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ജനം ഒന്ന് വിരണ്ടു. വെടിയേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് സംഘം പൈനാവിലേക്ക് തിരിച്ചു. ഈ തങ്കമണി എന്ന് പറയുന്ന സ്ഥലം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലമാണ്. ഒരു പള്ളിയും അവിടുത്തെ ഇടവകക്കാരുമാണ് ഭൂരിപക്ഷം ആളുകളും. സംഭവം നടന്നതിനെ തുടർന്ന് പള്ളിയിൽ കൂട്ടമണി ഉയർന്നു. ഗ്രാമത്തിലെ എല്ലാവരും പള്ളി പരിസരത്ത് തടിച്ചുകൂടി. പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമെന്ന തീരുമാനവും ഉണ്ടായി. ഇതേ തുടർന്ന് രാത്രി 8:30 ജനം പള്ളിമുറ്റത്ത് നിന്ന് പിരിഞ്ഞുപോയി. എന്നാൽ അർദ്ധരാത്രിയോടെ സന്നാഹങ്ങളുമായി തിരിച്ചു വന്ന പോലീസ് തങ്കമണിയുടെ വീടുകൾ കയറിയിറങ്ങി വാതിലുകൾ ചവിട്ടിപ്പൊളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പുരുഷന്മാരെ ക്രൂരമായി ആക്രമിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായി പറയപ്പെടുന്നു. തങ്കമണി സംഭവം കേരള നിയമസഭയിൽ വലിയ കോളിളക്കമുണ്ടാക്കി. പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഡിവൈഎസ്പി അമിത്, സർക്കിൾ ഇൻസ്പെക്ടർ SC തമ്പാൻ എന്നിവരുൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. എന്നാൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എന്തുണ്ടായി? വർഷങ്ങൾക്ക് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും കോടതി വെറുതെ വിട്ടു. ഒരു പകൽ പോലെ വ്യക്തമായ ക്രൂരതകൾക്ക് തെളിവില്ലെന്ന് കോടതി കണ്ടെത്തി. ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു. തങ്കമണിയിലെ ജനങ്ങളുടെ മുറിവിൽ ഉപ്പ് പുരട്ടുന്നതായിരുന്നു ആ വിധി. ഇന്ന് തങ്കമണി ശാന്തമാണ്. പക്ഷെ ആ കറുത്ത രാത്രിയുടെ ഓർമ്മകൾ ഗ്രാമവാസികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ആ സംഭവം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. പലരും ഗ്രാമം വിട്ടുപോയി. മറ്റുള്ളവർ അഭീകരമായ ഓർമ്മകളുമായി ജീവിക്കാൻ പഠിച്ചു. കാലം മുറിവുണക്കുമെന്ന് പറയാം, പക്ഷെ ചില മുറിവുകൾ അവശേഷിപ്പിക്കുന്ന പാടുകൾ ഒരിക്കലും മായുകയില്ല. തങ്കമണി കേവലം ഒരു ഗ്രാമത്തിന്റെ കഥയല്ല. അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുമ്പോൾ സംരക്ഷിക്കേണ്ടവർ തന്നെ വേട്ടക്കാരാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ നിശബ്ദമായ നിലവിളിയാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാഠമാണ്. ആ കറുത്ത രാത്രി അന്ന് പിടഞ്ഞു വീണ ജീവനുകളെ നമുക്ക് മറക്കാതിരിക്കാം. കാരണം മറവി കൊണ്ടല്ല, ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടാണ് ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത്.